إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا إله إلا الله وحده لا شريك له واشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد خلقنا الإنسان في كبد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ വിശ്വാസിനികളെ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിച്ച് ഭക്തനായി ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, അർഹിക്കുന്ന ഭാഷയിൽ ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനേറെ പ്രിയപ്പെട്ടവന്റെ ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് വന്ന മനുഷ്യരോട് വളരെ സങ്കീർണമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥ, നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ തേട്ടങ്ങൾക്കും യാതനകൾക്കും വേദനകൾക്കും ഒന്നും ഇവിടെ പരിഹാരങ്ങളില്ല എന്ന് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്കൊരു മടക്കമില്ല എന്ന ധാരണയോടുകൂടി കിട്ടിയ ജീവിതം തന്നതാരെന്ന് പോലും ചിന്തിക്കാതെ, എന്തിനു വേണ്ടി നൽകിയതാണ് എന്ന് പോലും ആലോചിക്കാതെ, അവനവന്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വ്യാമോഹങ്ങൾക്കും ദേഹേച്ഛകൾക്കുമൊക്കെ പിറകെ തന്റെ ജീവിതത്തിന്റെ രാപ്പകലുകളെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണോ മനുഷ്യരെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ജീവിതങ്ങളെ കൊണ്ട് നമ്മൾക്ക് മറുപടി കൊടുക്കാൻ പറ്റണം. ഈ സൃഷ്ടിപ്പ് വെറുതെയല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാകാൻ പറ്റണം. ആ സൃഷ്ടിപ്പിന്റെ പിന്നിൽ സൃഷ്ടാവുണ്ട് എന്ന ചിന്തകൾ നമ്മെ തൊട്ടുണർത്തിക്കൊണ്ടേയിരിക്കണം. ആ സൃഷ്ടാവിന്റെ തൃപ്തി നേടി അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിട്ടുള്ള അസൈൻമെന്റ് എന്ന് പറയുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണവൻ. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി.
അയ്യുക്കും നിങ്ങളിൽ ആരാണ് അഹ്സനു അമല ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നിരീക്ഷിക്കുവാനും പരീക്ഷിക്കുവാനുമുള്ളതാണ് ജീവിതം. ജനനമെന്ന മൂന്നക്ഷരത്തിന്റെയും മരണമെന്ന മൂന്നക്ഷരത്തിന്റെയും ഇടയിൽ ജീവിതം എന്ന മൂന്നക്ഷരങ്ങൾ കൊണ്ട് നമ്മൾക്ക് ജീവിച്ചു ചെയ്തു കാണിച്ചു കൊടുക്കാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് കർമ്മങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ചോദ്യപേപ്പറുകളാണ് എന്ന ബോധ്യം ഉണ്ടാകണം. ആ ചോദ്യപേപ്പറുകളിൽ നാം ദിവസവും നമ്മുടെ നിലപാടുകൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകളൊക്കെയും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച വർത്തമാനം അർ-റഹ്മാൻ, പരമകാരുണികൻ, അല്ലമൽ ഖുർആൻ, അവൻ നിങ്ങളെ ഖുർആൻ പഠിപ്പിച്ചു. ഇത് വലിയ വിശാലമായി നാം ആലോചിക്കേണ്ട ഒരു ഭാഗമാണ്. അള്ളാഹു നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല, എന്തിനാണ് ഈ സൃഷ്ടിപ്പ് എന്നും, നീ ആരായിരുന്നു എന്നും, നീ എന്തിനായിരുന്നു എന്നും, നീ എന്താണ് നിർവഹിക്കേണ്ടത് എന്നും, നീ എങ്ങോട്ടാണ് കടന്നു പോകാനുള്ളത് എന്നുമുള്ള ചോദ്യങ്ങൾക്കൊക്കെയും മനുഷ്യന്റെ ഹൃദയങ്ങളെ തൊട്ടു നിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ കൃത്യമായ മറുപടികൾ നൽകുന്നുണ്ട്. പറഞ്ഞു വന്നത്, ഈ ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ നമ്മൾക്കുണ്ടാകണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കളിതമാശയായ ഒന്നല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇത് വെറുതെ നിസ്സാരമായി നാം കാണേണ്ട ഒന്നല്ല എന്ന് പഠിപ്പിക്കുന്നു. ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് പലതും ഉണ്ടാകും. നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് സങ്കടങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് വിപത്തുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് ആപത്തുകൾ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ വിപത്തുകൾക്കും ഈ പരീക്ഷണങ്ങൾക്കും ഈ ദൗർബല്യങ്ങൾക്കും നിങ്ങളെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കുമെല്ലാം റഹ്മാനായ റബ്ബ് നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന മനോഹരമായ സന്തോഷകരമായ കുറെ പ്രതിഫലങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരു രാജ്യം നഷ്ടപ്പെട്ട രാജാവിനും ഒരു കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിക്കും ഒരേ വേദനയാണ് എന്നാണ് പറയുക. അങ്ങനെ പറഞ്ഞാൽ ഒരു മനുഷ്യനെ ബാധിക്കുന്ന വിഷമങ്ങൾക്ക്, അയാളെ ബാധിക്കുന്ന സങ്കടങ്ങൾ, അതൊക്കെയും അയാളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഇവിടെ ഇരിക്കുന്ന പലർക്കും അവനവന്റേതായ കുറെ ദുഃഖങ്ങളുണ്ട്, അവനവന്റേതായ കുറെ സങ്കടങ്ങളുണ്ട്, അവനവന്റേതായ കുറെ ആവലാദികളും വേവലാദികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട്. അതൊന്നും നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് പോലും അനുഭവിക്കാൻ കഴിയുന്നേയില്ല. നമ്മുടെയൊക്കെയും ഉള്ളിലാണ് ആ വേദനകളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അത്തരം അവസ്ഥകളിൽപ്പെട്ട കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യരോട് ഹദീസുകളും ആയത്തുകളും പഠിപ്പിക്കുന്ന ആശ്വാസകരമായ കുറെ വർത്തമാനങ്ങളുണ്ട്, കുറെ സന്തോഷം നൽകുന്ന കാര്യങ്ങളുണ്ട്. ഒരു വിശ്വാസിക്കല്ലാതെ അതൊന്നും നുകരുവാനും മനസ്സിലാക്കുവാനും സാധ്യമല്ല എന്നുള്ളതാണ് അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് നമ്മൾക്കാർക്കും അറിയുക പോലുമില്ല. നാളെ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങളിൽ ഒരാൾക്കും തന്നെ അറിയില്ല. ഇവിടെ വെച്ചുകൊണ്ടാണ് മരണപ്പെടുക എന്ന് പോലും നിങ്ങൾക്കാർക്കും അറിയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബലദിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വർത്തമാനമുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശം സഹിക്കേണ്ട, ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ട നിലയിലാകുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് പ്രിയരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണമെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഒറ്റ ദിവസം കൊണ്ട് മറിയം ബീവിയിൽ ജനിപ്പിക്കാമായിരുന്നല്ലോ. അങ്ങനെ എങ്ങാനും ഈസാ നബി ജനിച്ചിരുന്നുവെങ്കിൽ അത് വലിയ അത്ഭുതകരമായ വാർത്തയായിട്ട് ആ ജനങ്ങൾ മുഴുവൻ സമ്മതിക്കുമായിരുന്നല്ലോ. അവിടെ ആർക്കും അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യകത ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അങ്ങനെ സൃഷ്ടിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന് എത്ര ലളിതമായ നിസ്സാരമായ വിഷയമായിരുന്നു. എന്നിട്ടും അള്ളാഹു ഒരു പ്രസവത്തിൻ്റെതായ എല്ലാ സ്വാഭാവികതകളോടും കൂടി തന്നെ മറിയം ബീവിയെ ഗർഭം ധരിപ്പിച്ചു. ഇതെന്തിനാണ് എന്ന് വിശ്വാസി ബുദ്ധി വെച്ച് ആലോചിച്ചാൽ മനസ്സിലാകും. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ, അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ അതിന്റെ എല്ലാവിധ സ്വാഭാവികതകളോടും കൂടി തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്നർത്ഥം. പറഞ്ഞു വന്നത്, അടർക്കളത്തിലേക്ക് ഇറങ്ങുന്ന സ്വഹാബാക്കളോട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. നിങ്ങൾ പറയണം, കുൽ, നിങ്ങൾ പ്രഖ്യാപിക്കണം, ലൈ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങളെ ബാധിക്കുകയേയില്ല. ലൻ എന്ന അറബിയിൽ ഉപയോഗിച്ചാൽ ഒരിക്കലും ഇല്ല എന്നാൽ ലൈ യുസീബന, ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല, എന്റെ ജീവിതത്തിൽ എന്തൊരു ദുരന്തവും ഉണ്ടാകാൻ പോകുന്നില്ല, എനിക്കൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, എനിക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, ഞാൻ ഏതൊക്കെ വേദനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു
പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ, എനിക്ക് എന്തൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടോ, എനിക്ക് എന്തൊക്കെ മാനസികമായ പ്രയാസങ്ങളുണ്ടോ, അതെല്ലാം എനിക്ക് എന്റെ റബ്ബ് രേഖപ്പെടുത്തിയതാണ്. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ ഉടയവൻ, അവനാണ് ഞങ്ങളുടെ രക്ഷിതാവ്. വിശുദ്ധ ഖുർആനും സൂറത്തുൽ ബഖറയിൽ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, വലനബ്ലുവന്നകും. അറബി അറിയുന്നവർക്കറിയാം, തഅക്കീദിന്റെ ലാമും നൂൻ ഉപയോഗിച്ച് അല്ലാഹു പറയുന്ന വർത്തമാനമുണ്ട്, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങളെ ഞാൻ ഭയം കൊണ്ട് പരീക്ഷിക്കും, നിങ്ങളെ പട്ടിണി കൊണ്ട് പരീക്ഷിക്കും, നിങ്ങളുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, നിങ്ങളുടെ വിഭവ നഷ്ടങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളിലൊക്കെയും വബശ്ശിരി സ്വാബിരീൻ, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്കാണ് സന്തോഷ വാർത്തയുള്ളത്. ചില മനുഷ്യർ പറയാറുണ്ട്, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, ഞാൻ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു പ്രയാസത്തിലേക്ക് വീണ്ടും വീണ്ടും പെട്ടുപോവുക എന്നല്ലാതെ ഞാൻ എന്നാണ് അവസാനമായിട്ടൊന്ന് മനം നിറഞ്ഞുകൊണ്ട് മനോഹരമായി പുഞ്ചിരിച്ചത് എനിക്കറിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ എന്നാണെന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങുക എന്ന് ആവലാതിപ്പെടുന്ന മനുഷ്യരുണ്ട്. ഈ മരുന്ന് മണക്കുന്ന റൂമുകൾക്കുള്ളിൽ നിന്ന്, മക്കളുടെ പ്രയാസങ്ങൾക്കിടയിൽ നിന്ന്, ഭാര്യയുടെ രോഗങ്ങൾക്കിടയിൽ നിന്ന്, കുടുംബത്തിൻ്റെതായ പ്രയാസങ്ങളിൽ നിന്ന് ഞാൻ എന്നാണെന്ന് മുക്തനാവുക എന്ന് ആലോചിക്കുന്ന മനുഷ്യരുണ്ട്. എന്താണ് ഭക്തനായിട്ടും ഞാൻ ആരാധനയിൽ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് പോയിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ചു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ, അല്ലാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഒരാളെ ഉയർത്തണമെന്ന് ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യുസിബ് മിൻഹു, അയാളെ പടച്ച റബ്ബ് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു അയാൾക്ക് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. എങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കൂ, ഈ ദുനിയാവിൽ അല്ലാഹു സൃഷ്ടിച്ച മനുഷ്യരിൽ പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടം ആരെയായിരുന്നു? അത് അല്ലാഹുവിന്റെ അംബിയാ മുർസലീങ്ങളെയായിരുന്നു. ആ അംബിയാ മുർസലീങ്ങളുടെ ജീവിതം സുഖസന്തോഷകരമായി മുന്നോട്ട് പോയത് നമ്മൾക്ക് ഈ ചരിത്രത്തിന്റെ താളുകളിലാണ് മറിച്ചു നോക്കുവാൻ കഴിയുക എന്നാലോചിക്ക്. നീണ്ട ഒരു 950 വർഷത്തെ പ്രബോധന കാലഘട്ടം പോലും വിജയം കാണാതെ, സ്വന്തം മകൻ പോലും ഇസ്ലാം സ്വീകരിക്കാതെ, ആ മകന്റെ നാശം പോലും കൺമുമ്പിൽ കാണേണ്ടി വന്ന ഒരു പിതാവായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്നത്. അതേപോലെ നീണ്ട കാത്തിരിപ്പിന്റെ ഒടുവിൽ ലഭിച്ച ഇബ്രാഹിം എന്ന കുട്ടിയെ, ബലിയൊറുക്കലം എന്ന വലിയ പരീക്ഷണത്തിന് വിധേയനായ പ്രവാചകനാണ് ഇസ്മായിൽ എന്ന കുട്ടിയെ ബലിയൊറുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട് ആ പരീക്ഷണത്തിന് വിധേയനായ പിതാവാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്നത്. കുടുംബങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട ഒരു വലിയ മാറാരോഗത്തിന് അടിമപ്പെട്ട പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം എന്ന് പറയുന്നത്. സ്വന്തം മകനെ തന്റെ ചെറുപ്പകാലത്ത് തന്നെ നഷ്ടപ്പെട്ട ഒരു പിതാവാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം എന്ന് പറയുന്നത്. ജയിലിലടക്കപ്പെട്ട പ്രവാചകനാണ് യൂനിസ് നബി അലൈഹി സ്വലാം എന്ന് പറയുന്നത്. യാതനകളും വേദനകളും പ്രയാസങ്ങളും പീഡനങ്ങളും ദുരിതങ്ങളും അതിനപ്പുറം ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന അവസ്ഥാവിശേഷം ഏറ്റുവാങ്ങിയ പ്രവാചകനാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ആലോചിക്കുക, ഇത്ര ദുരിതങ്ങൾക്ക് ജീവിതത്തിൽ കടന്നുപോയ പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, അള്ളാഹുവിന് ഇഷ്ടമുണ്ട്, അള്ളാഹുവിന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, അവൻ എന്നെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്, അവൻ എനിക്ക് ബുദ്ധിമുട്ടുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത്, അവൻ എന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ടേയിരിക്കുന്നത്, അവനൊരു പക്ഷേ എന്റെ പ്രാർത്ഥന കേൾക്കാൻ ഇഷ്ടമുണ്ടാകും. അള്ളാഹുവേ 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 എന്ന് ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്റെ റബ്ബ് പറയുന്നുണ്ടാകും, ഞാൻ നിന്റെ ശബ്ദത്തെ കേൾക്കാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് റബ്ബ് നമ്മളെ കുറിച്ച് പറയുന്നുണ്ടാകും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞ ആഴ്ചകളിലാണ് വലിയ ദുരന്തങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വലിയ സംഭവങ്ങൾ ഉണ്ടായത്. മലയാളികളായ ഒരു കുടുംബം സഞ്ചരിച്ച വാഹനം സൗദി അറേബ്യയിൽ അപകടത്തിൽപ്പെടുന്നു. ഒരു കുടുംബത്തിൽ 5 പേര് മരിച്ചു പോകുന്നു. അബുദാബിയിൽ ഒരു ഉപ്പയുടെ 4 മക്കൾ മരിച്ചു പോകുന്നു. നമ്മളൊക്കെയും ആ മക്കളുടെ മയ്യത്ത് നമസ്കാരത്തിന് ആ ഉപ്പ നേതൃത്വം നൽകുന്ന വീഡിയോകൾ കണ്ട മനുഷ്യരായിരിക്കും. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിക്കുക, സത്യസന്ധമായിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുക. ഇവിടെ മതമില്ലെന്ന് പറയുന്ന കുറെ മനുഷ്യരുണ്ടല്ലോ, ഭൗതിക ലോകത്തിന്റെയും ഭൗതികവാദത്തിന്റെയും ചിന്താഗതികൾ മുറുകെപ്പിടി ജീവിക്കുന്ന നിരീശ്വരവാദി യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി പ്രവർത്തിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. ഇവർക്ക് ആ ഉപ്പയുടെ അരികിൽ ചെന്നുകൊണ്ട് എന്ത് സമാധാനത്തിന്റെ വർത്തമാനങ്ങളാണ് പകർന്നു കൊടുക്കാൻ പറ്റുക?
നിങ്ങൾ ഇതിൽ സഹിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയണോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ദുഃഖഭാരങ്ങൾ താങ്ങാനാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷത്തിന്റെ അടിമയായി ആത്മഹത്യ ചെയ്തുകൊള്ളൂ എന്ന് പറയണോ? അവിടെയൊക്കെയും മതം നമ്മൾക്ക് നൽകുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമ്മൾക്ക് നൽകിയ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ മുസ്ലിമായി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നമ്മുടെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ഹബീബായ റസൂലുള്ളാഹിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നുപോയി നോക്കൂ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി വാപ്പയില്ലാതെ ജനിച്ചു, മരിച്ചു പോകുമ്പോൾ ഒരു ആൺകുട്ടി പോലും ബാക്കിയില്ലാതെ മരിച്ചു പോകുന്നു റസൂലുള്ളാഹി. 7 മക്കളിൽ 6 മക്കളുടെയും മരണം കൺമുമ്പിൽ കാണേണ്ടി വന്ന പിതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ജീവിതത്തിൽ അവസാനമായിട്ടുണ്ടാകുന്ന ഒരു ആൺകുട്ടിയുണ്ട്, ഇബ്രാഹിം എന്ന ആൺകുട്ടി. പ്രവാചകന്റെ 60 കടക്കുമ്പോഴാണ് കുട്ടി ഉണ്ടാകുന്നത്. മാരിയത്തുൽ ഖിബിത്തിയിൽ ജനിച്ച ആ കുട്ടി റസൂലുള്ളാഹിന്റെ കൈവെള്ളയിൽ കിടന്നിങ്ങനെ മരിക്കുമ്പോ റസൂൽ കരഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ കരയുമ്പോ ഇബ്നു അബ്ദുറഹ്മാൻ ചോദിച്ചു, റസൂലെ അൻത യാ റസൂലല്ലാഹ്, പ്രവാചകരെ നിങ്ങൾ കരയണോ? ഞങ്ങളോട് കരയരുത് എന്ന് പഠിപ്പിച്ച, പരീക്ഷണങ്ങളെ ഇങ്ങനെ ധൈര്യത്തോടുകൂടി നിങ്ങൾ നേരിടണമെന്ന് പഠിപ്പിച്ച താങ്കളുടെ കണ്ണിൽ എന്താ റസൂലെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുന്നത്? റസൂൽ കൊടുക്കുന്ന മറുപടി, ഇബ്നു ഔഫ് ഇന്നഹാ റഹ്മ, ഇത് കാരുണ്യമാണ് ഇബ്നു ഔഫ്. ഇന്നൽ ഐന തദ്മ, എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. വൽ ഖൽബ യഹ്സൻ, എന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്റെ റബ്ബിനിഷ്ടമില്ലാത്ത, അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത ഒരു വർത്തമാനം എന്റെ നാവിൽ നിന്ന് കടന്നു വന്നിട്ടില്ല. ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിം, നിന്റെ വേർപാടിൽ ലമഹ്സൂനുൻ, ഞങ്ങളൊക്കെയും അതീവ ദുഃഖിതരാണ്. പ്രിയപ്പെട്ടവരെ, ഘട്ടങ്ങൾ കടന്നു വരും ജീവിതത്തിൽ. കടന്നു വന്നവരെ കൂട്ടത്തിൽ ഉണ്ടായേക്കാം. നാളെ അവനവന്റെ മക്കളുടെ വേർപാടിന്റെ വാർത്തകൾ കേൾക്കേണ്ടി വന്നേക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ മരണ വാർത്തകൾ കേൾക്കേണ്ടി വന്നേക്കാം. തന്റെ പ്രിയതമയുടെ മരണ വാർത്തകൾ തേടി വന്നേക്കാം. നമ്മളൊക്കെയും ആ സമയം സ്വീകരിക്കുന്ന നിലപാടുകളിലേക്ക് പടച്ചറബ് നിരീക്ഷിക്കുമെന്ന ബോധ്യമുണ്ടാകണം. മകൾ സൈനബിന്റെ കുട്ടി മരിക്കുന്നു, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി മരിച്ചു പോകുന്നു. ആ മരണാസന്നമായി കിടക്കുന്ന വേളയിൽ സൈനബ് റളിയല്ലാഹു അൻഹ ഒരു സ്വഹാബിയെ, എന്റെ ഉപ്പയുടെ അരികിലേക്കൊന്ന് ചെല്ലൂ, എന്റെ ഉപ്പയോട് ഇവിടെ റസൂലുള്ളാഹിയോട് ഇവിടെ ഒന്ന് വരാൻ പറയൂ എന്ന് പറയുന്നു. റസൂലുള്ളാഹി സ്വഹാബിയോട് പറയാൻ, ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ സൈനബിനോട് പറയണം. ഇന്നലില്ലാഹി മാ ഖദ വ മാ അത, അല്ലാഹു നൽകിയത് അവന്റേതാണ്, അവൻ എടുത്തതും അവന്റേതാണ്. വ കുല്ലു ഷൈഇൻ ഇൻദഹു മുസമ്മ, എല്ലാത്തിനും അവന്റെ അരികിൽ നിശ്ചിതമായ സമയപരിധിയുണ്ട്. ഫൽതസ്ബിർ, അതുകൊണ്ട് നീ ക്ഷമിക്കണം. നീ പ്രതിഫലം ആഗ്രഹിക്കണം. ആ സമയത്ത് സൈനബ് വീണ്ടും പറഞ്ഞു, എന്റെ ഉപ്പയോട് വരാൻ പറയണം. റസൂലുള്ളാഹിന്റെ കൈവെള്ളയിൽ കിടന്ന കുട്ടി മരിച്ചു. ആ കുട്ടി മരിക്കും റസൂലുള്ളാഹി കരഞ്ഞു. കരഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, മാ അൻത യാ റസൂലല്ലാഹ്, പ്രവാചകരെ എന്താ, നിങ്ങളെ കണ്ണെന്താ നിറഞ്ഞൊഴുകുന്നത്? അപ്പോഴും റസൂലുള്ളാഹി കൊടുത്ത മറുപടി, ഇന്നഹാ റഹ്മ, ഇത് കാരുണ്യമാണ്. അള്ളാഹു അവന്റെ അടിമകളിൽ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം നൽകുന്ന ഒന്നാണിത്. നിങ്ങൾക്കറിയുമോ, റിയാദുസ് സ്വാലിഹീനിൽ ഒരു ഹദീസ് ഉണ്ട്. ഒരു ഉപ്പയുടെ മകൻ മരിച്ചാൽ ആ സമയത്ത് അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഖബുലത്തും വലദ അബ്ദി, നിങ്ങൾ എന്റെ ആ അടിമയുടെ മകനെ സ്വീകരിച്ചോ? ആ കുട്ടിയെ നിങ്ങൾ എടുത്തുകൊണ്ട് പോന്നോ? മലക്കൾ പറയും, നഅം, അതേ, ഞങ്ങൾ എടുത്തു, ഞങ്ങൾ സ്വീകരിച്ചു, ഞങ്ങൾ ആ ഉപ്പയുടെ മകനെയും കുട്ടിയെ കൊണ്ടുപോന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ അടുത്ത വാക്ക് എന്താ പറയുക പ്രിയപ്പെട്ടവരെ? ഖബുലത്തും തമറത ഫുആദിഹി, നിങ്ങളെ പറിച്ചു കൊണ്ടുപോകുന്നത് എന്താ നിങ്ങൾക്കറിയോ? ആ വാപ്പ നെഞ്ചോട് ചേർത്തു പിടിച്ച ഒന്നിനെ, ആ വാപ്പ ജീവിതത്തിന്റെ പ്രതീക്ഷയായി കണ്ട ഒന്നിനെ, ആ ഭാവിയുടെ അച്ചുതണ്ടായി കണ്ട ഒന്നിനെ, ആ ഹൃദയത്തിന്റെ ഫലത്തെ പറിച്ചുകൊണ്ടാണ് നിങ്ങൾ കടന്നു വന്നത്. മലക്കൾ പറയും, നഅം, അതേ റബ്ബേ, ഞങ്ങൾ കൊണ്ടുവന്നത്, ഞങ്ങൾ സ്വീകരിച്ചത്, ഞങ്ങൾ എടുത്തുകൊണ്ടുവന്നത് ആ ഉപ്പ നെഞ്ചോട് ചേർത്തു പിടിച്ച കുട്ടിയെ തന്നെയാണ്. വീണ്ടും അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, മാതാ ഖാല അബ്ദി, എന്റെ അടിമ എന്തു പറഞ്ഞു? എങ്ങനെയാണ് എന്റെ അടിമ? അവന്റെ കുട്ടി മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോ നമ്മളൊക്കെ എത്ര ഫോൺ കോളുകൾ കേൾക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകളുടെ വാർത്തകൾ നമ്മൾ എത്ര ഹൃദയഭേദമായ കാഴ്ചയോടുകൂടി കാണുന്നവരാണ്. ആ സമയത്ത് അള്ളാഹു ചോദിക്കും, എന്തു പറഞ്ഞു എന്റെ അടിമ?
ആ വാപ്പയുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു, മനോനില എന്തായിരുന്നു? മലക്കൾ പറയുന്നറിയോ, അവൻ നിന്നെ കുറെ ചീത്ത പറഞ്ഞു എന്നല്ല, എനിക്കാകെയുള്ള ആൺകുട്ടിയാണ് അല്ലാഹുവേ, എന്തിനാണ് അവനെ കൊണ്ടുപോയത്? എന്റെ കുടുംബത്തിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കാനുള്ളവനാണ് അവൻ, അവനെയാണോ നീ കൊണ്ടുപോയത് എന്ന വർത്തമാനങ്ങൾ ഇല്ല. മലക്കൾ പറയും അവൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഹമിദക്ക, നിന്നെ സ്തുതിച്ചു അവൻ, നിന്നെ സ്തുതിച്ചു അവൻ. നിന്നെ പ്രകീർത്തിച്ചു, ഇസ്തിർജാ ചൊല്ലി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ആ ഉപ്പ പറഞ്ഞു. ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയും, ഇബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, നിങ്ങൾ ആ വാപ്പാക്ക് സ്വർഗ്ഗത്തിൽ വീട് വെച്ച് കൊടുക്കണം കേട്ടോ. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ വീട് നിങ്ങൾ ബൈത്തുൽ ഹംദ് എന്ന് വിളിക്കണമെന്നാണ് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, മക്കളുടെ വിയോഗ വാർത്തകൾ ഹൃദയത്തിന് താങ്ങാനാകാത്ത ഹൃദയഭേദകമായ കാഴ്ചകളും വേദനകളും ദുഃഖങ്ങളുമായി കടന്നു പോകുന്നവർക്ക് മുമ്പിൽ മതം നൽകുന്ന ഒരു സന്തോഷമുണ്ട്. ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങൾക്ക് സ്വർഗത്തിന് വേണ്ടിയുള്ള പാതയെ മുറുക്കിയതാണ് നിങ്ങളുടെ കുട്ടിയെന്ന് നിങ്ങൾക്കറിയുമോ? റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഒരു ഉപ്പയും മകനും ഉണ്ടാകും. ആ ഉപ്പ മകന് ഒന്നെത്തിയാൽ ആ മകൻ ഇങ്ങനെ ഉപ്പയുടെ ദേഹത്തുകൂടെ കയറി ഇങ്ങനെ കളിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി ചോദിച്ചു, അതുഹിബ്ബുഹു, നിനക്ക് നിന്റെ കുട്ടിയെ ഇഷ്ടാണോ? ഇഷ്ടമാണോ നിനക്ക് നിന്റെ കുട്ടിയെ? ആ ഉപ്പ മറുപടി കൊടുത്തത്, അഹബ്ബകല്ലാഹു കമാ ഉഹിബ്ബു, നബിയെ, ഞാൻ എങ്ങനെയാണോ എന്റെ കുട്ടിയെ സ്നേഹിക്കുന്നത് അതുപോലെ അല്ലാഹു താങ്കളെ ഇഷ്ടപ്പെടട്ടെ റസൂലെ, എനിക്ക് അത്ര ഇഷ്ടമാണ് എന്റെ കുട്ടിയെ. പിന്നെ കുറച്ച് ദിവസമായിട്ട് ആ കുട്ടിയെയും ഉപ്പയെയും ഒന്നും അവിടെ കാണുന്നില്ല. റസൂൽ അന്വേഷിച്ചു, എവിടെയാണ് ആ കുട്ടി, എവിടെയാണ് ആ ഉപ്പ? അപ്പൊ സ്വഹാബാക്കൾ മറുപടി കൊടുത്തു, റസൂലെ, ആ കുട്ടി മരിച്ചുപോയി, ആ കുട്ടി മരിച്ചുപോയി. റസൂൽ ആ ഉപ്പാക്ക് ഇവിടെ എത്തുമ്പോ ആ കുട്ടിയെ കുറിച്ചുള്ള ഓർമ്മകൾ, ആ കുട്ടിയുടെ ചിന്തകൾ ആ ഉപ്പയെ വേട്ടയാടുന്നു. അതാണ് ആ ഉപ്പ വരാത്തെ. റസൂലുള്ളാഹി ഉപ്പയെ കാണാൻ വേണ്ടി കടന്നു ചെന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, അമാ തുഹിബ്ബു, നിനക്കിഷ്ടമല്ലേ, നിനക്കിഷ്ടമല്ലേ, അൻ തഅതിയ ബാബ് മിൻ അബ്വാബിൽ ജന്നതി ഇല്ലാ വജത്തു അലൈഹി യന്തളിറു, സ്വർഗീയ കവാടങ്ങളിൽ ഏതൊരു വാതിലിലൂടെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നിന്റെ കുട്ടി അവിടെ ഇങ്ങനെ നിന്നെ കാത്തു നിൽക്കുന്ന കാഴ്ച നിനക്കിഷ്ടല്ലേ? അതല്ല, ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ ഈ ദുനിയാവിൽ നിന്റെ കുട്ടി ഉണ്ടാകുന്നതാണോ നിനക്കിഷ്ടം? ആ സ്വഹാബി പറഞ്ഞു, റസൂലേ, എന്റെ കുട്ടി എന്നെ സ്വർഗത്തിൽ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറം എനിക്ക് എന്താണ് വേണ്ടത്? എനിക്കെന്തും നന്മ, അതിനേക്കാളും പ്രതീക്ഷയുള്ള വർത്തമാനങ്ങൾ എനിക്കെന്താ ഉള്ളത്? ആ സമയത്ത് സ്വഹാബാക്കൾ ചോദിച്ചു, അലഹു ഖാസത്തുൻ അം ലികുല്ലിനാ, റസൂലേ, ഈ പ്രതിഫലം അദ്ദേഹത്തിന് മാത്രമുള്ളതാണോ അതോ ഞങ്ങൾക്കും ഈ പ്രതിഫലമുണ്ടോ? റസൂൽ കൊടുത്ത മറുപടി, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്, ഈ പ്രതിഫലം നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. നിങ്ങളുടെ മക്കൾ മരിച്ചു പോകുന്ന ഘട്ടം അവർ നിങ്ങൾക്ക് സ്വർഗത്തിനുള്ള പാതയൊരുക്കുന്നു എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾക്കറിയുമോ, മഹാനായ അബൂ ഹുറൈറ അരിയിലേക്ക് സ്വഹാബി കടന്നു വന്നു, ഹസ്സാൻ അൽ-അഅ്റജ് എന്ന സ്വഹാബി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 മക്കളുണ്ട്, എന്റെ 2 ആൺമക്കൾ അവർ മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ കേട്ടവരാണ് നിങ്ങൾ. എനിക്ക് ആശ്വാസം പകരുന്ന, എനിക്ക് സന്തോഷം കിട്ടുന്ന ഏതെങ്കിലും ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? അദ്ദേഹം കൊടുത്ത മറുപടി, ഉണ്ട്, ഉണ്ട്. ഹും ദാമീസുൽ ജന്ന, നിങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? അവർ സ്വർഗത്തിലെ ദാമീസുകളാണ്. ചെറിയ ചിത്രശലഭങ്ങളെന്നോ പാറിക്കളിക്കുന്ന കുരുവികളെന്നോ നമ്മൾക്ക് ദാമീസ് എന്ന വാക്കിന് അർത്ഥം കൊടുക്കാം. നിങ്ങളുടെ കുട്ടികൾ സ്വർഗത്തിൽ പാറിക്കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, തീർന്നില്ല. നാളെ ആ മക്കൾ ഈ ഉപ്പയെ കാണും, ഉമ്മയെ കാണും. വിചാര ദിവസം തന്റെ മാതാപിതാക്കളെ ഈ മക്കൾ കാണുകയും ആ കുട്ടി വന്ന് ആ ഉപ്പയുടെ കുപ്പായത്തിൽ പിടിക്കും, ആ ഉമ്മയുടെ വസ്ത്രത്തിൽ പിടിക്കും. ആ കുട്ടി ആ വസ്ത്രത്തിന്റെ പിടിവിടുകയില്ല. ഏതുപോലെ എന്നറിയുമോ? ആ ഉപ്പയെ, ആ ഉമ്മയെ സ്വർഗത്തിലേക്ക് എത്തിക്കാതെ ആ കുട്ടി ആ പിടിവിടുകയില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, എത്ര സന്തോഷമാണ് മതം, എത്ര സമാധാനമാണ് മതം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റുവാങ്ങുന്ന ഏത് വേദനകളാകട്ടെ, ഏത് പ്രതിസന്ധികളാകട്ടെ, ഏത് ബുദ്ധിമുട്ടുകളാകട്ടെ, ഏത് കഷ്ടതകളാകട്ടെ, എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി വർത്തമാനം പറയുന്നത് മുസ്ലിമിന്റെ കാര്യം അത്ഭുതമാണ്. അജബൽ അംരി
അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. അവനെ എന്തു ബാധിച്ചാലും അവൻ നന്മയാണ്. അവൻ നന്മ ലഭിച്ചാൽ, അനുഗ്രഹമുണ്ടായാൽ ശക്കറ, അവൻ നന്ദി കാണിക്കും, അതവൻ നന്മയാണ്. അവന് പരീക്ഷണങ്ങൾ വന്നാൽ സബർ, അവൻ ക്ഷമിക്കും, അതും അവൻ നന്മയാണ്. വിശ്വാസിക്കല്ലാതെ ഇങ്ങനെയൊന്നില്ല എന്ന് റസൂൽ പറഞ്ഞു. മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഉസ്നിൻ വലാ അദം വലാ ഉമ്മിൻ. മുസ്ലിമായ ഒരു മനുഷ്യന് എന്തുതരം കഷ്ടപ്പാടുണ്ടായാലും, അയാൾക്ക് ശരീരത്തിന് വേദന ഉണ്ടായാൽ പോലും, അയാൾക്ക് രോഗമുണ്ടായാൽ പോലും, അയാൾക്ക് മനസ്സിൽ ടെൻഷൻ ഉണ്ടായാൽ പോലും, പിന്നെ പറഞ്ഞ വർത്തമാനം അയാളുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖത്തായ, അതിലൂടെ മുഴുവൻ അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടുക എന്നതല്ലാതെ അവൻ അതുകൊണ്ടും നന്മയല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് പഠിപ്പിച്ചത്. നമ്മൾക്ക് വിപത്തുകൾ വരും പ്രിയപ്പെട്ടവരെ, നമ്മളപ്പോ പ്രാർത്ഥിക്കണം. 4 പ്രാർത്ഥന ഇസ്ലാം പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, വിശ്വാസിക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ അവൻ പറയുന്ന വർത്തമാനം ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ അതിന്റെ ആശയം? അല്ലാഹുവേ, ഞങ്ങൾ നിന്റേതാണ്, നീ അയച്ചതാണോ ഞങ്ങളെ, നീ സൃഷ്ടിച്ചതാണോ ഞങ്ങളെ, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങി വരാനുള്ളവരാണ് എന്ന് പറയുന്നവരാണ് വിശ്വാസികൾ. രണ്ടാമതായി വിശ്വാസി പറയും അല്ലാഹുമ്മ ഇജ്ർനി ഫീ മുസീബതി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എനിക്ക് ബാധിച്ച ഈ വിപത്തിന്, എനിക്ക് സംഭവിച്ച ഈ പരാജയങ്ങൾക്ക്, എനിക്ക് സംഭവിച്ച ഈ വിഷമങ്ങൾക്ക് നീ പ്രതിഫലം നൽകണം അല്ലാഹുവേ. ഇതിനേക്കാളും മികച്ച ഒന്ന് പകരം നൽകണേ പടച്ച റബ്ബേ. ഇത് പ്രാർത്ഥിക്കുന്ന വിശ്വാസിക്ക് അല്ലാഹു പകരം നൽകും. നമ്മുടെ ബിസിനസ്സുകളിൽ തകർച്ച വന്നു പോയാൽ, നമ്മുടെ ജോലിയിൽ തകർച്ച വന്നു പോയാൽ, നമ്മുടെ മക്കൾ മരിച്ചു പോയാൽ, നിങ്ങൾക്കറിയുമോ ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്ന രംഗം ഏതാണ് എന്ന്? റസൂലുള്ളാഹിന്റെ പ്രിയതമ ഉമ്മു സലമ റളിയല്ലാഹുവിനക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, അബൂ സലമ എന്നാണ് പേര്. അവരെ ജീവിതത്തോട് ചേർത്തു വെച്ച അതിമനോഹരമായ പ്രണയ ദാമ്പത്യത്തിന്റെ ജീവിത കാലഘട്ടം. ആ അബൂ സലമ മരിച്ചുപോയ വേളയിൽ ഉമ്മു സലമ റളിയല്ലാഹുവിനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. അവർക്ക് പിന്നീട് അബൂബക്കർ റളിയല്ലാഹു വിവാഹാലോചന വന്നു, അവർ സ്വീകരിച്ചില്ല. ഉമറുള്ളാഹിന്റെ വിവാഹാലോചന വന്നു, സ്വീകരിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹാലോചന സ്വീകരിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, അല്ലാഹു എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ മികച്ച ഒന്നിനെ പകരം നൽകിയിരിക്കുന്നു. പ്രാർത്ഥിക്കണം നമ്മൾ. മൂന്നാമതായിട്ടുള്ള പ്രാർത്ഥന എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുമ്മ ഇജ്അൽനി റാളിയൻ ബിഖളായിക്. അല്ലാഹുവേ, നിന്റെ വിധികളിൽ, നിന്റെ തീരുമാനങ്ങളിൽ, നീ എനിക്ക് രേഖപ്പെടുത്തിയ വിഷയങ്ങളിൽ എന്നെ നീ തൃപ്തിയുള്ളവനാക്കി മാറ്റണം. സോബിറൻ അലാ ബലായിക്. എനിക്ക് പരീക്ഷണങ്ങൾ വരും, വിപത്തുകൾ വരും, കഷ്ടപ്പാടുകൾ വരും, അതിലൊക്കെയും നീ എന്നെ എന്നെ ക്ഷമയുള്ളവനാക്കി മാറ്റണം. ഷാക്കിറൻ നിആമിക്. എനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ എന്നെ നീ നന്ദിയുള്ളവനാക്കി മാറ്റണം. ഈ പ്രാർത്ഥനകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. നാലാമത്തൊരു പ്രാർത്ഥനയുണ്ട് പ്രിയരെ, അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ. ഇത് റസൂലുള്ളാഹി പ്രാർത്ഥിച്ച വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുസീബത്തുകൾ സംഭവിക്കും, ഞങ്ങൾക്ക് നീ പല പരീക്ഷണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും, പക്ഷേ ആ പരീക്ഷണങ്ങൾ ഒന്നും തന്നെ ഞങ്ങളുടെ ദീനിന്റെ വിഷയത്തിലാകരുതേ അല്ലാഹുവേ എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് പ്രിയരെ? ദുനിയാവിൽ എന്തു വന്നോട്ടെ, എത്ര പേരും പ്രിയപ്പെട്ടവർ മരിച്ചു പോയിക്കോട്ടെ, രോഗങ്ങൾ വന്നോട്ടെ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കോട്ടെ, പ്രയാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അതൊക്കെയും ഒരുപക്ഷെ മാറും, ഒരുപക്ഷെ സാഹചര്യങ്ങൾ മാറി മറിയും, അല്ലെങ്കിൽ ഞാൻ ആ വേദനകൾക്ക് ക്ഷമ കൈകൊണ്ടാൽ എനിക്ക് പ്രതിഫലം കിട്ടും. പക്ഷെ ഒരിക്കലും 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 എന്റെ മതത്തിന്റെ വിഷയത്തിൽ എനിക്ക് മുസീബത്ത് വരാൻ പാടില്ല, എനിക്ക് പരീക്ഷണം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഹിദായത്ത് നഷ്ടമാകാൻ പാടില്ല, എന്നിൽ ശിർക്ക് സംഭവിക്കാൻ പാടില്ല, എന്നിൽ കുഫർ സംഭവിക്കാൻ പാടില്ല, എന്നിൽ ബിദ്അത്ത് സംഭവിക്കാൻ പാടില്ല, എനിക്കൊരിക്കലും ആരാധനകളുടെ ആവേശം കുറയാൻ പാടില്ല. ഈ വിഷയങ്ങളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പരീക്ഷണങ്ങളായി, വലിയ വിപത്തുകളായി കണ്ടത് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധ്യമായാൽ അവിടെയാണ് നമ്മൾ വിജയിക്കുക. തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. റബ്ബ് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട്
ജീവിതത്തെ ധന്യമാക്കണമെന്ന് നിർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ ശാശ്വതമായൊരു കാലഘട്ടം നമ്മൾക്കാർക്കും ജീവിതമില്ല എന്ന് നമ്മൾക്കറിയാം. ഓരോ ദിവസവും നമ്മൾ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നും ദുനിയാവിനോട് വിട പറയാൻ ഒരുങ്ങിക്കൊള്ളണമെന്നുമുള്ള സൂചനകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ അറിയിപ്പുകളോടും ആ മുന്നറിയിപ്പുകളോടുമൊക്കെ നാം സ്വീകരിക്കുന്ന നിലപാടുകൾ എന്താണ് എന്നാണ് സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്. നമ്മൾ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ബഖീലേക്ക് ചെന്നു. സ്വഹാബാക്കളെ ഖബറടക്കിയ സ്ഥലമാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ. ഖബറാളികളെ, നിങ്ങൾക്കു സലാം. എനിക്കു ചില വാർത്തകൾ നിങ്ങളെ കേൾപ്പിക്കണം, ചില കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കണം. അമ്മൽ മസാകിനു ഫഖദ് സുക്കിനത്, അമ്മൽ അസ്വാജു ഫഖദ് നുകിഹത്, അമ്മൽ അംവാലു ഫഖദ് ഖുസിമത്. നിങ്ങളെ ചോര നീരാക്കി കുറെ ടെൻഷൻ അനുഭവിച്ച് നിങ്ങൾ പടുത്തുയർത്തിയ നിങ്ങളുടെ വീടുകളുണ്ടല്ലോ, ആ വീടുകളിൽ നിന്ന് നിങ്ങളില്ല. അവിടെ മറ്റുള്ളവർ താമസമാക്കിയിട്ടുണ്ട്. അവർ അതിന്റെ ശീതള ചായയിൽ അന്തി ഉറങ്ങുന്നുണ്ട്. അമ്മൽ അസ്വാജു ഫഖദ് നുകിഹത്, നിങ്ങളില്ലാത്ത ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ ഇണകളുണ്ടല്ലോ, ആ ഇണകളുടെ വിവാഹങ്ങൾ കഴിഞ്ഞു. അവർ മറ്റുള്ളവരുടെ ഭാര്യമാരായി ഭർത്താക്കന്മാരായി ജീവിച്ചു തീർക്കുന്നുണ്ട്. അമ്മൽ അംവാലു ഫഖദ് ഖുസിമത്, രാപ്പകലില്ലാതെ പകലറിയാതെ ക്ഷീണമറിയാതെ വിശ്രമറിയാതെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തുണ്ടായിരുന്നല്ലോ, ഫഖദ് ഖുസിമത്, അതൊക്കെയും അതിന്റെ അവകാശികൾ വിഹിതം വെച്ച് കൊണ്ടുപോയി. കുത്തിയിരുന്നു, കരഞ്ഞു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഹാദാ ഖബറു മാ ഇൻദനാ, ഇതാണ് എനിക്ക് നിങ്ങൾ അറിയിക്കാനുള്ള വർത്തമാനങ്ങൾ. വമാദാ ഖബറു മാ ഇൻദകും, നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, അവർക്കെങ്ങാനും എന്റെ വർത്തമാനങ്ങൾ കേൾക്കുമായിരുന്നുവെങ്കിൽ ഖാലു, അവര് പറയുക തന്നെ ചെയ്യും, ഇന്ന ഖൈറ സാദി തഖ്വ, ഇവിടെ ഉപകരിക്കുന്ന കർമ്മം തഖ്വ മാത്രം. നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രിയ, നമ്മൾ മരിച്ചാൽ എന്തായിരിക്കും ദുനിയാവിൽ സംഭവിക്കുക? ആരാണ് നമ്മളെ കുറിച്ച് ഓർക്കുക? നമ്മുടെ പ്രാർത്ഥനാ നേരങ്ങളിൽ ഈ സമയം നമ്മോട് വിട പറഞ്ഞു പോയ എത്ര മനുഷ്യരെ പേരുകൾ ഓർമ്മ വരുന്നുണ്ട്? നമ്മളെ ഈ ജീവിതകാലത്തിനിടയ്ക്ക് എത്ര മയ്യത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ച മനുഷ്യരാണ്? എത്ര മയ്യത്തുകൾക്ക് വേണ്ടിയാണ് ഹൃദയം പൊട്ടിക്കൊണ്ട് നാം പ്രാർത്ഥിച്ചത്? എത്ര മരണവാർത്തകൾ നമ്മുടെ കണ്ണു നനയിച്ചത്? വളരെ വിരളം, 10ൽ താഴെന്ന് പറയാം ഒരുപക്ഷെ നമുക്ക്. എങ്കിൽ നാളെ ഞാൻ മരിച്ചാൽ നമ്മുടെ മരണവാർത്ത കേട്ടാൽ സംഭവിക്കുന്ന ചിത്രം എന്താകും? ആരാണ് നമ്മളെ കുറിച്ച് ഓർക്കാനുള്ളത്? ഒരു പക്ഷേ ഈ ജോലി സ്ഥലത്ത്, ഈ നാട്ടിൽ നിന്നാണെങ്കിൽ നമ്മുടെ നാടുകളിലേക്ക് ഓടിയെത്തും. വാട്സപ്പുകളിലൂടെ നമ്മുടെ ചിത്രവും നമ്മുടെ മരണവാർത്തകളും അതിന്റെ താഴെ കൂടെ ഇന്നായില്ലായ സിക്കറുകളും പരന്നൊഴുകും. 24 മണിക്കൂറൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വാട്സപ്പിന്റെ സ്റ്റോറികളിൽ, ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറികൾ നമ്മളുണ്ടാകും. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരാഴ്ചക്കാലം മൗനം തളം കെട്ടിക്കിടക്കും. ആർക്കും വലിയ ചിരി കളിയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഭാര്യയോ നമ്മുടെ ഉമ്മയോ നമ്മുടെ കുട്ടിയോ ഒന്ന് റിക്കവറായിട്ട് വരാൻ മാക്സിമം 1 മാസം ടൈം എടുക്കും. അത് കഴിഞ്ഞും സങ്കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ സമൂഹം ബോധപൂർവം അവരോട് പറയും, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാവരും മരിക്കും, നിങ്ങൾ അവരെ കുറിച്ച് ആലോചിച്ചിരിക്കണോ? നിങ്ങൾക്കൊരു ജീവിതമല്ലേ? പിന്നെ എവിടെ ഇല്ല നമ്മൾ. പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു സമയം ഗാലറിയിൽ നിന്ന് പൊടി തട്ടിയെടുക്കുന്ന ഫോട്ടോകളിൽ നമ്മുടെ പഴയ ചിത്രം കിട്ടിയാൽ അതിങ്ങനെ വാട്സപ്പിലേക്ക് വരും. അപ്പൊ പോലും അല്ലാഹു മഗ്ഫിർ എന്ന് പറയാൻ ഒരാളുണ്ടാവില്ല. കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചോളൂ, രാപ്പകല്ലാതെ കഷ്ടപ്പെട്ടോളൂ, വിശ്രമം എന്തെന്നറിയാതെ പണിയെടുത്തോളൂ. പക്ഷെ ഖുർആൻ പറഞ്ഞു, അലൈക്കും അൻഫുസക്കും, നിങ്ങളെ മറക്കരുത്, നിങ്ങളുടെ ആരാധനകൾ നഷ്ടമാകരുത്, നിങ്ങളുടെ ജീവിതത്തിൽ പടച്ച റബ്ബിനെ മറന്നുപോകരുത്. ഇത് വലിയ ഗൗരവമായി, വളരെ ആത്മാർത്ഥമായി, വളരെ ചിന്തയോടുകൂടി നാം ആലോചിക്കേണ്ട വിഷയമാണ്. എന്റെ പരലോകത്തേക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തു? നാം മരിക്കുന്ന ഘട്ടം നമ്മളെ കുറിച്ച് കൂടെ ജീവിച്ച മനുഷ്യർക്ക് നന്മ പറയാനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് സ്വർഗമുള്ളൂ. ജന്മം തന്ന പടച്ച റബ്ബിന് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാകണം. പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് നന്മയുള്ള മക്കളാകണം. നമ്മൾ ജനിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഏറ്റവും നല്ല വാപ്പയും ഉമ്മയും ആകണം.
നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ഇറങ്ങി നമ്മുടെ പ്രിയതമക്ക് നമ്മൾ ഏറ്റവും നല്ല പ്രിയപ്പെട്ടവനാകണം. നമ്മുടെ ഭർത്താവിന് സമാധാനം പകരുന്ന ഭാര്യയാകണം. നമ്മുടെ വീട്ടിലെ വല്യപ്പമാർക്കും വല്യമാർക്കും സമാധാനം കൊടുക്കുന്ന ആശ്വാസം കൊടുക്കുന്ന ആളുകളാകണം. നമ്മുടെ അയൽവാസിക്ക് നാം ഏറ്റവും പ്രിയപ്പെട്ടവനാകണം. നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് നമ്മളെ കുറിച്ച് അഭിപ്രായങ്ങൾ നന്മയായാൽ അയാൾക്ക് തൗഹീദുണ്ടോ, അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമായി. നമ്മളെ കുറിച്ച് ആര് എങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞാലും നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് നമ്മളെ കുറിച്ച് അഭിപ്രായം മോശമാണെങ്കിൽ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ 10,000 ഉണ്ടായിട്ടും കാര്യമില്ല. കാര്യമില്ല. ഏറ്റവും നല്ല അഭിപ്രായം നമ്മുടെ കൂടെ ജീവിച്ചവർക്ക് നമ്മളെ പറ്റി പറയാനുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ സ്വർഗ്ഗം. അതുകൊണ്ട് ഏറ്റവും ഒരു നല്ല മുസ്ലിം എന്നാൽ നല്ല സ്വഭാവമുള്ളവരെന്നാണ് അർത്ഥം. ആ സ്വഭാവം ജീവിതത്തിൽ, വേഷത്തിൽ മാത്രമല്ല, താടിയിൽ മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തിൽ, ജീവിത മര്യാദ, ഇടപാടിൽ, ഇടപഴകലുകളിൽ, കുടുംബ ജീവിതത്തിൽ എല്ലായിടത്തും പുലർത്താൻ നമ്മളെ കൊണ്ട് സാധ്യമാകുമ്പോൾ മാത്രം നമ്മൾ നല്ല മുസ്ലിമാകും. അവിടെ നമ്മൾക്ക് ഈമാൻ കൊണ്ടൊരു പവർ കിട്ടും. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും എനിക്കറിയാം, ഇല്ലാമാ കതബല്ലാഹു ലനാ, ഇത് പടച്ചോൻ രേഖപ്പെടുത്തിക്കൊണ്ട് വന്നതാ, ഒരു പ്രശ്നമില്ല. സങ്കടമുണ്ട്, വിഷമുണ്ട്, എന്റെ കാല് നിലത്തുറക്കാതെ ഞാൻ തളർന്നു പോകുന്നുണ്ട്, പക്ഷെ എനിക്കറിയാം അള്ളാഹുവേ നീ രേഖപ്പെടുത്തിയതാണ്. ഞാൻ അത്ര ശ്രമിച്ചു, ഞാൻ അത്ര പരിശ്രമിച്ചു, ആ ബിസിനസ് വിജയിക്കാൻ വേണ്ടി ഞാൻ എന്നാലാകുന്ന വിധമെല്ലാം പരിശ്രമിച്ചു, പക്ഷേ അള്ളാഹുവേ നീ വിജയം തന്നില്ലെങ്കിൽ അൽഹംദുലില്ലാ എന്ന് ഞാൻ പറയും. കാരണം അതിലെനിക്ക് നന്മയില്ലാത്തത് കൊണ്ടാകും. നിനക്ക് നൽകാമല്ലോ, നീ ഖദീറാണല്ലോ, നീ സർവശക്തനാണല്ലോ, നീ അത്രയും ശക്തനായ നീ നിസ്സാരമായ ഒന്നെനിക്ക് നൽകാതെ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അത് നന്മയല്ലാതെ മറ്റൊന്നുണ്ട് റബ്ബേ. അവിടെ ഞാൻ നിന്റെ സ്നേഹം അറിയുന്നുണ്ട് എന്ന് പറയാൻ വിശ്വാസിക്ക് ഈമാൻ കരുത്താകും. ആ കരുത്താണ് നമ്മുടെ ഖുർആൻ പഠനങ്ങൾ കൊണ്ട് നമ്മൾക്ക് ലഭിക്കേണ്ടത്, നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് നമ്മൾ കിട്ടേണ്ടത്, ദീന് കൊണ്ട് നമ്മൾ കിട്ടേണ്ടത്. ആ ദീൻ ജീവിതത്തിന്റെ സർവ്വമേഖലയിലേയും കടന്നു വരുമ്പോഴാണ് നമ്മൾ നല്ല ഭക്തരായി മാറുക. നമ്മുടെ ജീവിതത്തിന് പതർച്ചകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളിൽ പതറാതെ തളരാതെ മുന്നോട്ട് പോകാൻ വിശ്വാസം നമ്മൾക്ക് കരുത്താകേണ്ടതുണ്ട്. ആ കരുത്തിനു വേണ്ടി ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. അർഹമുറാഹിമീനായ നാഥൻ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ നാഥ, അറിഞ്ഞോ അറിയാതെയോ, പ്രായത്തിന്റെ പക്വതയില്ലായ്മ കൊണ്ടോ, കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ടിട്ടോ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടോ ചെയ്തു പോയ 1000 പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എല്ലാം പൊറുക്കുന്ന ഗഫൂറായ റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അർഹമുറാഹിമീനായ നാഥ, ഞങ്ങൾ മരണപ്പെട്ടു പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവരെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ കൽബുകളെയും നീ വിശാലമാക്കി തരണമേ. അർഹമുറാഹിമീനായ നാഥ, ഞങ്ങളുടെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടതകൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം നീ പരിഹരിച്ചു നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ യഅ്ഫു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.